വെൽക്കം ബാക്ക് ടു കലി ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ഒന്നല്ല, ഒരു രാവിലത്തെയും വൈകുന്നേരത്തെ അങ്ങനത്തെ ഒരു ഇന്നത്തെ ഞങ്ങളുടെ ഡേ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങളൊക്കെ കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അല്ലിട്ടൻ ഇവിടെ കുളിച്ച് ഗോപി പൊട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്, ദോശയാണ്. എന്ത് പറയാനുള്ള കവിയെ? അങ്ങനെ ഇന്നത്തെ ഒരു സാധാരണ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ കൊണ്ടുവന്ന മീൻ ബാക്കിയുണ്ടായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നൊരു എത്തൽ കറി, എത്തൽ എന്താ പറയുക കറിക്ക്, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പറയണതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല, പക്ഷേ നല്ലൊരു മീനാണ്, ചെറിയ മീനില്ലേ അത്. അപ്പോൾ ഞാൻ ഇന്നത് എൻ്റെ സ്റ്റൈലിലൊന്ന് മീൻ കറി വെച്ച് നോക്കുക കേട്ടോ. സാധാരണ അമ്മയാണ് വയ്ക്കാറ്, ഇന്നിപ്പോൾ ഞാൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പുളി ആദ്യം മിക്സിയിലിടും, പിന്നെ അതിനോടൊപ്പം കുറച്ച് അത്യാവശ്യം വലിയ പുളി തന്നെ എടുക്കും കേട്ടോ. എന്നാലേ നമുക്ക് നല്ല പുളിയുള്ള ഒരു അരവ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു 2-3 സ്പൂണ് മുളക് പൊടി ഇടും, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതാണ് കേട്ടോ എൻ്റെ അളവ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് ക്രീമി കളറിൽ കിട്ടും. സാധാരണ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് നന്നായി ഉണ്ടാവില്ല, കാരണം ഫസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ. ഇപ്പം എനിക്ക് ഏകദേശം മീൻകറിയൊക്കെ വയ്ക്കാൻ പതിയെ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമുക്ക് ആ അരപ്പിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പേസ്റ്റ് ടൈപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇങ്ങനെ ലാസ്റ്റ്, സാധാരണ തക്കാളി ഞാനൊരു തക്കാളി അരവ് തിളയ്ക്കുമ്പോൾ ഇടുന്നതാണ്. പക്ഷേ ഞാൻ ഇന്ന് അരയ്ക്കുമ്പോൾ തന്നെ തക്കാളി ഇട്ടു കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇനി അതൊന്ന് ചൂടാക്കാം. ഞാൻ ഓൾറെഡി ചീഞ്ചട്ടിയിൽ ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക നമുക്ക്. പിന്നെ ഇത് അരവൊക്കെ അരച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ അതും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ഒറ്റ തള തിളയ്ക്കുമ്പോൾ നമ്മൾ മീനെല്ലാം ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു 8-10 മിനിറ്റ് മതിയാവും അതൊന്ന് വേകാൻ. മീൻ വേഗം വേകുന്നതാണല്ലോ. അങ്ങനെ ഞാൻ എല്ലാ മീനുകളും ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ചെറിയ മീനാകുമ്പോൾ കഴിക്കാനും ടേസ്റ്റാണ്. ഏറ്റവും ഇത് എനിക്കിഷ്ടം പൊരിച്ച് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. പക്ഷെ കറി വെച്ചാലും നല്ല. ലാസ്റ്റ് തന്നെ ഞാൻ കറിവേപ്പിലയും കൂടിയും തൂക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കുള്ള നല്ലൊരു മീൻകറി ഉണ്ടാക്കി. പിന്നെ ഞാൻ അതിനോടൊപ്പം നല്ല ലാസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 അയില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 അയിലയും കൂടിയിട്ട് 6 കഷ്ടാക്കി ഞാനതൊന്നും പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടോ. അങ്ങനെ ഞാൻ പൊരിക്കാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി യൂസ് ചെയ്തിട്ട് ആഡ് ആക്കിയിട്ട് കേട്ടോ ഞാൻ പൊരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ഒന്ന് അതിൽ തന്നെ ആ അരവിൽ തന്നെ മിക്സ് ആക്കണം. അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മീനിലോട്ട് പിടിക്കും. പിന്നെ നടുവിൽ വര പോലെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ ഉള്ളിലോട്ടൊക്കെ അരവൊക്കെ മിക്സ് ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ.